ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒത്തിരി നാളായല്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഹൗസ് വാമിംഗ് ഫംഗ്ഷനൊക്കെ ആയിട്ട് ഇച്ചിരി ഒന്ന് ബിസിയായി പോയി കേട്ടോ. അപ്പോൾ ഹൗസ് വാമിംഗ് ഫംഗ്ഷനും ഹോം ടൂറും ഒക്കെ ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് ഞാൻ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾ പുഴഞ്ഞണ്ട് വാങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒട്ടും സമയങ്ങളിൽ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇത് കാലത്ത് തന്നെ ഏട്ടനും ഇനിയും കൂടി ഞണ്ട് റെഡിയാക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഇതിന് ജീവനുള്ളതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു പേടിയായിരുന്നു റെഡിയാക്കാനായിട്ട്. അപ്പോൾ സാധാരണ ഞങ്ങൾ ഞണ്ട് വാങ്ങാറുള്ളത് കയറ് കണ്ട് കെട്ടിയ രൂപത്തിലുള്ള ആ ഒരു ടൈപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇത് കയറുകൊണ്ടൊന്നും അതിൻ്റെ കാലൊന്നും കെട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു പേടിയില്ലാതില്ല. അപ്പോൾ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞണ്ടിനെയൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നിവിടെ ഞണ്ട് റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഞണ്ട് റോസ്റ്റിലേക്ക് പിന്നെ വേണ്ടത് 2 സവാളയാണ്. അത് ഞാൻ മീഡിയം സൈസ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതൊരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് എടുത്തേക്കുന്നത് 2 തക്കാളിയാണ്. തക്കാളി ഞാൻ കനം കുറച്ച് കട്ട് ചെയ്തേക്കാണ്. ഇതിപ്പോൾ അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അതോടെ തന്നെ ഞാൻ എക്സ്ട്രാ പുളി ആഡ് ചെയ്യുന്നില്ല. പിന്നെ അവസാനമായിട്ട് വേണ്ടത് പച്ചമുളകാണ്. 5 പച്ചമുളക് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ടേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സവാള ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ചച്ചുവയൊന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലോട്ടേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരണം. അടുത്തായി ഇതിലോട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അത് ഞാനൊരു 1/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. പിന്നെ അടുത്തായിട്ട് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചച്ചുവ മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാനിത് 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലോട്ടേക്ക് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ ഞണ്ടിലുള്ള വെള്ളം തന്നെ ഇറങ്ങിയിട്ട് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരും. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇപ്പം ഞണ്ടിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇത് ഒന്നുകൂടി ഒന്ന് കുക്കായി വരട്ടെ. അതിനായിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഞണ്ട് റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ഞണ്ട് റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.